ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 100 റുപ്പീസിന് താഴെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇപ്പോൾ മേടിച്ച് നമുക്ക് ലോങ് ടേമിന് വെക്കാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ മോത്തിലാൽ ഒസ്വാൾ ട്രെൻഡിങ് സ്റ്റോക്സ് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 6 സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് 100 റുപ്പീസിന് താഴെ ഏതൊക്കെ സ്റ്റോക്കാണ് അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പൊ ഇന്ന് 85.99% ഇടിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇതിന്റെ ലക്ഷ്യവില 100 റുപ്പീസ് ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ 90 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിലുള്ളൂ. 15.6% ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ICICI ഡയറക്റ്റ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത്, ഈ സ്റ്റോക്ക് നോക്കിയാൽ 100 റുപ്പീസിന് താഴെ ചെറിയ രീതിയിൽ ഡിവിഡൻഡ് വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഗ്രാഫ് നോക്കിയാലും ഒരു നല്ല ഗ്രോയിങ് ഗ്രാഫാണ്. ഫിനാൻഷ്യൽ സർവീസസിൽ തന്നെ ലാസ്റ്റ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. സെക്കൻഡ് വരുന്നത് NTPC ഗ്രീൻ എനർജി. ഈ ഒരു സ്റ്റോക്കാണ് 91.9 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ ഒരു സ്റ്റോക്കിന്റെ ടാർഗറ്റ് 120 വരെ പോകും എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. റേറ്റിംഗ് ഏജൻസിയും അതുപോലെ അനലിസ്റ്റുകളും ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പ്രോജക്ട്സ് ഫ്യൂച്ചറിൽ കിട്ടും. അത് മാത്രമല്ല ഒത്തിരി പ്രോജക്ട്സ് ഇവർ ഓൾറെഡി അണ്ടർടേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ്. ഡെപ്റ്റർ ഡേയ്സ് ഒക്കെ നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. പവർ സെക്ടറിൽ തന്നെ ഫോർത്ത് ലീഡിങ്ങിൽ നല്ല ഗ്രോത്ത്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല ഉയർന്നിട്ടുള്ള, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ NBCC. ഇപ്പൊ NBCC ഇന്നിപ്പോൾ 3% ഇടിഞ്ഞിട്ടുണ്ട്. ബട്ട് അത് നോക്കണ്ട, നമ്മൾ ലോങ് ടേമിനാണ് എപ്പോഴും നോക്കുന്നത്. സോ 109 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അനലിസ്റ്റുകൾ ഈ ഒരു റേറ്റിംഗ് ഏജൻസി ICICI ഡയറക്റ്റ് എല്ലാം തന്നെ ഈ ഒരു സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ 100 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് ലോങ് ടേമിനും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ സെക്ടറിൽ തന്നെ തേർഡ് പ്ലേസിൽ വരുന്ന സ്റ്റോക്കാണ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 50, അതായത് 50 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സോ 52 to 55 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് രഥി, ICICI ഡയറക്റ്റ് ഈ റേറ്റിംഗ് ഏജൻസീസ് ഒക്കെയാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 13 മുതൽ 20% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് NMDC ആണ്. സോ NMDC 84 റുപ്പീസിൽ കറൻലി ട്രേഡ് ചെയ്യുന്നു. 100 ആണ് ടാർഗറ്റ് റേറ്റിംഗ് ഏജൻസീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 16% ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. മെറ്റൽസ് ആൻഡ് മൈനിങ്സിൽ സെക്കൻഡ് ലീഡിങ്സിൽ നല്ല ഒരു ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെന്റലി നല്ല ഒരു സ്ട്രോങ് സ്റ്റോക്ക് തന്നെയാണ്. കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE ഒക്കെ നല്ല അഫോർഡബിൾ ആണ്. ROE ഒക്കെ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു 100 റുപ്പീസിന് താഴെ ഹൈ ഡിവിഡൻഡ് yielding 2.96% ഡിവിഡൻഡും തരുന്നുണ്ട്. അപ്പോൾ ഈ 5 സ്റ്റോക്കുകളാണ് 100 റുപ്പീസിന് താഴെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മോത്തിലാൽ ഒസ്വാൾ ട്രെൻഡിങ് ആകാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഗോകുൽദാസ് എക്സ്പോർട്സ്. ഈ ഒരു സ്റ്റോക്കാണ്. ഇത് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 1110 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 790 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം തന്നെ ഉണ്ട് ഈ സ്റ്റോക്കിന്. ബട്ട് കുറച്ചുകൂടെ 790 ആ ഒരു റേഞ്ചിൽ മേടിക്കുക. സോ ഇതാണ് ഫസ്റ്റ് വളർച്ചാ സാധ്യതയിൽ 46% വരും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലക്ഷ്മി സിമന്റ്. സോ ലക്ഷ്മി സിമന്റ് വരുന്നത് 280 റുപ്പീസ് ആണ് ലക്ഷ്മി സിമന്റിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ്.
സോ ലക്ഷ്മി സിമന്റ് നെക്സ്റ്റ് വരുന്നത് 280 ആണ് ടാർഗറ്റ് ലക്ഷ്മി സിമന്റ് വരുന്നത്. Then next വരുന്നത് VIP Industries. സോ VIP ഇൻഡസ്ട്രീസിന്റെ വാല്യൂഷൻ ഒന്നും കൊള്ളത്തില്ല, ബട്ട് ഈ ഒരു സ്റ്റോക്കും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 430 വരെ ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 39% വളർച്ചാ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് VIP ഇൻഡസ്ട്രീസ്. ബട്ട് ഈ സ്റ്റോക്കിന് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്, അതും കൂടി നോക്കുക. ഓക്കെ, ഫണ്ടമെന്റലി സ്ട്രോങ് ഒന്നുമല്ല. സോ ഇത് ഞാൻ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇതിന് മുന്നേ ഉള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വാല്യുവേഷൻ ഒക്കെ ചെക്ക് ചെയ്തോളാം. പിന്നെ ജൂവലറി സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും വരും. അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ് കല്യാൺ ജുവലേഴ്സ്. ഈ ഒരു സ്റ്റോക്ക് ജൂവലറി സ്റ്റോക്കുകളിൽ ഈ 3 സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. അതിൽ കല്യാൺ ജുവലറിയുടെ ടാർഗറ്റ് 830 വരെ ഉയരാൻ സാധ്യതയുണ്ട്. 36% വരെ ഉയരുമെന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് വരുന്നത് വേദാന്ത് അലുമിനിയം മെറ്റൽ. ഈ ഒരു സ്റ്റോക്കാണ് 444 റുപ്പീസിൽ നിന്ന് 598 ആ ഒരു റേഞ്ച് ടാർഗറ്റ് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ കാനറ ബാങ്ക്, ഇതൊക്കെ ജൂവലറി സ്റ്റോക്കുകൾ ഓൾറെഡി നമ്മൾ സെൻകോ ജൂവലറി, അതുപോലെ ടൈറ്റൻ, അതുപോലെ കല്യാൺ ജുവലേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്തിരുന്നു. ഇത് അതല്ലാതെയുള്ള ട്രെൻഡിങ് സ്റ്റോക്കിൽ വരുന്ന സ്റ്റോക്കാണ്. കാനറ ബാങ്കും 135 ബ്രേക്ക് ചെയ്താലേ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 140 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 സ്റ്റോക്കുകൾ ട്രെൻഡിങ് സ്റ്റോക്കായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, അതുപോലെ ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, അതോടൊപ്പം തന്നെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാവർക്കും നന്ദി.